എന്നും ഓർത്തു ചിരിക്കാൻ ഒരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച സംവിധായകരാണ് റാഫി മെക്കാർട്ടിൻ കോംബോ. അനിയൻ ബാവ ചേട്ടൻ ബാവ എന്ന ചിത്രത്തിന് തിരക്കഥ രചിച്ചുകൊണ്ട് തുടങ്ങിയ കോംബോ പുതുക്കോട്ടയിലെ പുതുമണവാളൻ എന്ന ചിത്രത്തിലൂടെ സംവിധാന രംഗത്തേക്ക് ചുവടുവെച്ചു. പുലിവാൽ കല്യാണം, പഞ്ചാബി ഹൗസ്, സൂപ്പർമാൻ, ഹലോ, ചതിക്കാത്ത ചന്തു തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങൾ സമ്മാനിച്ച കോംബോ 2014 വേർപിരിഞ്ഞു. റാഫി മെക്കാർട്ടിന്റെ തിരക്കഥയിൽ ഷാഫി സംവിധാനം ചെയ്ത് 2007 പുറത്തിറങ്ങിയ ചിത്രമാണ് മായാവി. മമ്മൂട്ടി കേന്ദ്ര കഥാപാത്രമായ മഹിയായി എത്തിയ ചിത്രത്തിൽ മഹിയുടെ വലങ്കൈയായി എത്തിയത് സുരാജ് വെഞ്ഞാറമൂടാണ്. ചിത്രത്തിൽ മായാവിയുടെ ആശാനായി ശ്രാങ്കായി എത്തിയത് സലീം കുമാർ ആയിരുന്നു. മായാവി സിനിമയുടെ നെടുത്തൂണുകളായിരുന്നു ഗിരിയും ശ്രാങ്കും. മായാവിയിലെ ശ്രാങ്ക് എന്ന കഥാപാത്രം ആദ്യം ഇല്ലായിരുന്നെന്ന് പറയുകയാണ് തിരക്കഥാകൃത്ത് മെക്കാർട്ടിൻ. സുരാജ് ചെയ്ത ഗിരി എന്ന കഥാപാത്രം ചെയ്യാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് സലീം കുമാറിനെ ആയിരുന്നുവെന്നും എന്നാൽ മമ്മൂട്ടിയുടെ പ്രത്യേക താല്പര്യപ്രകാരം സുരാജിനെ ആക്കുകയായിരുന്നുവെന്നും മെക്കാർട്ടിൻ പറഞ്ഞു. മായാവിയുടെ പൂർത്തിയായ ആദ്യ തിരക്കഥയിൽ ശ്രാങ്ക് എന്ന കഥാപാത്രം ഇല്ലായിരുന്നുവെന്നും സലീം കുമാറിന് വേണ്ടി അങ്ങനെ ഒരു കഥാപാത്രം പിന്നീട് എഴുതുകയായിരുന്നെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ദി ക്യൂ സ്റ്റുഡിയോയോട് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു മെക്കാർട്ടിൻ. മായാവി സിനിമയിൽ ശ്രാങ്ക് എന്ന കഥാപാത്രം ആദ്യം ഇല്ലായിരുന്നു. സുരാജ് ചെയ്ത കഥാപാത്രം സലീമിനെ ഏൽപ്പിക്കാം എന്ന രീതിയിലായിരുന്നു ആദ്യം. സലീമിന് ഒരു കഥാപാത്രം സിനിമയിൽ വേണമെന്ന് പറഞ്ഞിരുന്നു. മമ്മൂക്കയുടെ ഒപ്പം നടക്കുന്ന ആൾ സുരാജിനെ ആക്കാം എന്ന് തീരുമാനിച്ചു. കാരണം സുരാജിനെ കുറിച്ച് മമ്മൂക്ക ഒരു പ്രത്യേക താല്പര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഈ സലീം കുമാറിനെ എവിടെ കൊണ്ടിടും എന്ന ചോദ്യം വന്നു. സ്ക്രിപ്റ്റ് മൊത്തം എഴുതി കഴിഞ്ഞിരുന്നു. സലീമിനെ സിനിമയുടെ ഭാഗമാക്കാൻ വേണ്ടി പിന്നീട് ശ്രാങ്ക് എന്ന കഥാപാത്രത്തെ ചേർക്കുകയായിരുന്നു. മെക്കാർട്ടിൻ പറയുന്നു.